പ്രധാനപ്പെട്ട ജയിലുകളാണ് വിയൂര്. ഒരു ജയിലിൽ പേരറിയപ്പെടുന്നത് നാട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും സന്തോഷകരമായൊരു വായന തന്നെ ഓർമ്മപ്പെടുത്തുന്നത് ലോക സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർവചിക്കപ്പെട്ടിട്ടുള്ള രേഖപ്പെടുത്തിട്ടുള്ള ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുള്ളത്, വിക്ടർ ഹ്യൂഗോ എന്ന എഴുത്തുകാരൻ പറഞ്ഞിട്ടുള്ളത്, ഒരു സ്കൂൾ തുറക്കുമ്പോൾ 1000 ജയിലുകൾ 100 ജയിലുകൾ പൂട്ടുന്നതിന് തുല്യമെന്നാണ്. പാവങ്ങൾ എന്നുള്ള നോവൽ എഴുതിയിട്ട് വിക്ടർ ആദ്യത്തെ ഒരു അനുഭവപ്പെടുന്ന വാചകമാണത്. ഒരു ഗ്രന്ഥശാല അല്ലെങ്കിൽ ഒരു സ്കൂൾ തുറക്കപ്പെടുമ്പോൾ 100 ജയിലുകൾ പൂട്ടുന്നതിന് തുല്യമാണെന്ന്. അത്രത്തോളം പ്രാധാന്യമുണ്ട് വായനയ്ക്ക്. അവരുടെ പ്രശ്നങ്ങൾക്കിടയിലും വായന കൊണ്ട് രക്ഷപ്പെട്ട ഒരാളാണ്. BDSഒക്കെ 10 ക്ലാസ്സോടെ പാസ്സായിട്ട് BA പഠനം ഇന്നേവരെ പൂർത്തിയാക്കാനാവാത്തുള്ള നിങ്ങൾ സംസാരിക്കുന്നത്. കല്ലുവെട്ടുകാരനായും തെങ്ങുകയറ്റക്കാരനായും ഇപ്പോഴും വാർപ്പ് പണിക്കാരനൊക്കെ ആയി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും വായന കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരാളാണ്. ഇതിനിടയിൽ 10-15ഓളം പാർലമെന്റിൽ പുസ്തകം എഴുതാൻ സാധിച്ചു. അപ്പോൾ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടി. ഇതിനൊക്കെ കാരണം വായനയാണ്. ഈ ഒരു ചടങ്ങിന് സാക്ഷി നിർത്തിക്കൊണ്ട് ഈ ഒരു വൈകുന്നേരത്തും നിങ്ങളോട് പറയാൻ ഒറ്റ കാര്യമല്ല, എൻ്റെ മുമ്പിലിരിക്കുന്ന മക്കളോട് പറയാൻ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ എല്ലാ അവസരങ്ങളെയും തട്ടിമാറ്റിക്കോളൂ. പക്ഷെ വായിക്കാനുള്ള അവസരത്തിൽ ഒരിക്കലും തട്ടിമാറ്റുക മാത്രമാണ്. കാരണം വായന കൊണ്ട് രക്ഷപ്പെട്ട ലോകത്തിൽ ഒരുപാട് അതുപോലെ വൈദ്യുതി കണ്ടുപിടിച്ച ഒരാളുണ്ട്. അറിയാവോ? ആരാണ് വൈദ്യുതി കണ്ടുപിടിച്ചത്? മൈക്കിൾ ഫാരഡെ. മൈക്കിൾ ഫാരഡെ വൈദ്യുതി കണ്ടുപിടിക്കാൻ കാരണം എന്താണെന്നറിയോ? 13 വയസ്സിൽ ദാരിദ്ര്യം കൊണ്ട് പഠനം നിർത്തിയിട്ട് ഒരു ബുക്ക് സ്റ്റാളിൽ, ഒരു ബുക്ക് കടയിൽ പോയിട്ട് ജോലിക്കിരുന്ന ആളാണ് മൈക്കിൾ ഫാരഡെ എന്നാള്. ഇല്ലേ, കേട്ടിട്ടില്ലേ? 13 വയസ്സിൽ ദാരിദ്ര്യം കൊണ്ട്, പട്ടിണി കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വന്നപ്പോൾ ഒരു കടയിൽ ചെന്നിരുന്നിട്ട് പുസ്തകം ബൈൻഡ് ചെയ്യുന്നതാണ് മൈക്കിൾ ഫാരഡെ എന്ന ലോകപ്രശസ്തനായ കണ്ടുപിടുത്തക്കാരൻ. അവസാനം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ദിവസം ബൈൻഡ് ചെയ്യാൻ കിട്ടുന്ന പുസ്തകം ഏതായിരുന്നല്ലോ? ഒരു ദിവസം കിട്ടിയ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക. വിശപ്പും പ്രണയവും കവിതകൾക്ക് വിഷയമാകുന്നത് വിശപ്പും പ്രണയവും കവിതകൾക്ക് വിഷയമാകുന്നത് ജീവിതാനുഭവത്തിൽ നിന്നാണ്. ഏത് കാലത്തും ആരെഴുതുമ്പോഴും വിശപ്പും പ്രണയമൊക്കെ എഴുത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് പൗരാണിക കാലത്ത് എഴുതപ്പെട്ട രചനയായാലും നാളെ എഴുതാൻ പോകുന്ന രചനയാണെങ്കിലും രണ്ടും എഴുത്തിനെ ബാധിക്കുന്ന ജീവിതത്തോട് തൊട്ട് കിടക്കുന്ന വിഷയം വിശപ്പും പ്രണയവും. വിശപ്പും പ്രണയവും ഇല്ലാത്തൊരു കാലം ലോകത്തിൽ ഒരിക്കലും ഇല്ലാതിരിക്കത്തില്ല. അതുകൊണ്ട് ഏത് കാലത്തും എഴുതുന്ന ആളോട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന ബന്ധപ്പെട്ടു പോകുന്ന ആൾക്കാർക്ക് വിശപ്പും പ്രണയവും ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബസ്സിൽ എഴുതി വെച്ചിരുന്നു. കാടാമ്പുഴ ഭഗവതി ഈ ബസ്സിന്റെ ഐശ്വര്യമെന്ന്. അതേ ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നു മാതാ അമൃതാനന്ദമയി ഈ ബസ്സിന്റെ ഐശ്വര്യമെന്ന്. ഏത് സ്റ്റോപ്പിലാണ് കാടാമ്പുഴ ഭഗവതി ഇറങ്ങിപ്പോയത്? ഏത് സ്റ്റോപ്പിലാണ് കാടാമ്പുഴ ഭഗവതി ഇറങ്ങിപ്പോയത്? എന്നോട് ചോദിക്കണം, ഇങ്ങനെയാണ് കവിത എന്ന് ചോദിക്കണം തോന്നുന്നില്ലേ? ഒന്നില്ലേ? നിങ്ങളെടുത്ത കവിത ഇങ്ങനെയൊന്നുമല്ല, പക്ഷെ ഇപ്പൊ ഉണ്ടാവുന്ന കവിത ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കവിത ഉണ്ടാവുന്നത്? അങ്ങനെ നിങ്ങൾ ചോദിച്ചാല് തിരിച്ചൊരു ചോദ്യം അങ്ങോട്ടുണ്ട്. നിങ്ങളോട് ഒരു 90-100 വർഷം മുമ്പുള്ള ഒരു ഉടുപ്പിടാൻ പറഞ്ഞാതിരിക്കും. ഇപ്പൊ ഇരിക്കുവോ? ഒരു 90 കൊല്ലം മുമ്പുള്ള ഒരു ഉടുപ്പിടാൻ പറഞ്ഞിരിക്കുവോ? ഇല്ല. അതുകൊണ്ട് തന്നെ അതിന് ധരിക്കാത്ത കാരണം കാലം മാറിക്കൊണ്ടേയിരിക്കുന്നു, ജീവിതം മാറിക്കൊണ്ടേയിരിക്കുന്നു, ലോകം മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം നാം എല്ലാവരും മാറ്റത്തിന് വിധേയരാണ്. അപ്പൊ കവിതയും മാറ്റത്തിന് വിധേയമാണ്. അതുപോലെ ഞാൻ കുരിപ്പുഴ ശ്രീകുമാർ എന്നുള്ള പിണങ്ങുന്നിൽ നിന്നൊക്കെ വലിയ നല്ല പുസ്തകത്തിലുള്ള കവിതകൾ പറയാൻ പുയ്യാപ്പുഴ. 8ാം ക്ലാസ്സിലെ 8ഉം 8ഉം തിരിയാത്ത കുഞ്ഞാവിനെ കാണാൻ ഒരാൾ വന്നു. 8ാം ക്ലാസ്സിലെ 8ഉം 8ഉം തിരിയാത്ത കുഞ്ഞാവിനെ കാണാൻ ഒരാൾ വന്നു. ആടി തലയെക്കെട്ട് ഒട്ടകവിയർപ്പിൻ സുഗന്ധം നെറ്റിയിൽ ചെറുതൊട്ട് ഉമ്മ പറഞ്ഞു പുയ്യാപ്പ, പാപ്പ പറഞ്ഞു പുയ്യാപ്പ, കുഞ്ഞാവനയുടെ ഉള്ളു പറഞ്ഞു ഉപ്പൂപ്പ ഉപ്പൂപ്പ ഉപ്പൂപ്പ. ചോദിക്കാം, കവിതയോ നമുക്ക്
കാര്യം നിങ്ങൾക്ക് ആവശ്യമാണ്. നമ്മൾ വലിയവരെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മളെ കൂടെ വന്നുള്ള മാമനെ രക്ഷിതാക്കളൊക്കെ തൽക്കാലം നോക്കി ഇതൊരു കവിയോട് നിങ്ങൾ ചോദിക്കാനുള്ള ചോദ്യം ചോദിച്ചത്. വേറൊരു കവിത ഞാൻ പറയാം. ചക്ക അറിയാതെ ചക്കേന്റെ കരുതൽ കണ്ടിട്ടുണ്ടെങ്കിൽ ചക്ക പറയണ എത്ര സുരക്ഷിതം എത്ര സുഭദ്രം എന്റെ ശരീരം, എത്ര സുരക്ഷിതം എത്ര സുഭദ്രം എന്റെ ശരീരം, എന്നാലും മൂത്ത് പഴുത്ത് പാകമായ മാനം പോവൊരണാറ് കണ്ണ മതിയല്ലോ. ശരിയല്ലേ? എത്ര സുരക്ഷിതം എത്ര സുഭദ്രം എന്റെ ശരീരം, എന്നാലും മൂത്ത് പഴുത്ത് പാകമായ മാനം പൂവെ ഒരെണ്ണാറ് കാണാൻ മതിയല്ലോ. ഒരുപാട് അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട്. പറയാം, എല്ലാവരുടെയും ജീവിതത്തിലും തീക്ഷ്ണമായ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. എഴുത്തുകാരൻ എനിക്ക് എല്ലാ അനുഭവങ്ങളും തീക്ഷ്ണമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഒരു കാലത്ത് 1999 13 വർഷം മുമ്പ് എന്താ പറയണ്ട, ഒരു തിരുവോണത്തിന് ഒരു നേരത്തെ ഒരു ദിവസം വിശപ്പടക്കാൻ വയ്യാതൊരു സമയത്ത് 2 കുട്ടികളെയും ഭാര്യയെയും കൊണ്ട് ആത്മഹത്യയിൽ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. അലഞ്ഞിട്ടിരുന്ന് കേരളം മുഴുവൻ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ ഒരു കാലത്ത് ഒരു തിരുവോണത്തിന് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് 2 മൂത്തപ്പാട്ടിന് വയ്യാതെ വന്നപ്പോൾ ആത്മഹത്യ ശ്രമം നടത്തിയിട്ടുള്ളത്. ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ പറയാൻ പാടില്ല. പക്ഷെ ജീവിതത്തോട് തൊട്ട് കിടക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളും അതാണ്. ആ അനുഭവത്തിന്റെ നിന്ന് പിന്നീട് രക്ഷപ്പെട്ടത് വായന കൊണ്ടാണ്, കവിത കൊണ്ടാണ്. നേരത്തെ പറഞ്ഞ ഉദാഹരണം അതാണ്. നമ്മൾ കാലവും ജീവിതവും നമ്മുടെ ഒക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ കവിതയ്ക്ക് മാറിയേ പറ്റൂ. പക്ഷെ പഴയ കവിതയെ നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നില്ല. പഴയ കവിത മനസ്സിലുള്ളവർക്ക് പുതിയത് സ്വീകരിക്കാനും പഴയതിനെ നിഷേധിക്കാനും. നാം എന്തിനെ സ്വീകരിക്കുന്നത്, നാം എന്തിനെ ഉപേക്ഷിക്കുന്നത് റേഷൻ കടക്കാരന് കുട്ടി പറഞ്ഞു തൂക്കക്കുറവോടെ, റേഷൻ കടക്കാരന് അഴിമതിക്കാരനാണ്, നമുക്കെല്ലാം അറിയാം. പക്ഷെ ഇതൊരു താളത്തിലും വൃത്തത്തിലും ആക്കാൻ പോകേണ്ട ആവശ്യമില്ല. രണ്ടുപേരുണ്ട് കവിത പറയാൻ പറ്റും. അതുപോലെ ഒരു മീൻ എന്നുള്ളൊരു കവിത മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുക്കുവന് അരി നമ്മൾക്ക് കറി. സത്യല്ലേ? മീനെന്നുള്ള സംഭവം മുക്കുവൻ അരിയാണ്, നമുക്ക് കറിയാണ്. അപ്പൊ ഇങ്ങനെ കവിത ഒരുപാട് വലിയ പണ്ട് പറഞ്ഞ നമ്മൾ കിളിപ്പാട്ട് പാടുമ്പോഴൊന്നും പാണ്ടാവശ്യം. ഈ ഒരു കാലത്തിന്റെ സാധ്യതയെ വെച്ചുകൊണ്ട് നമുക്ക് 1-2 വരികളിലെ 4-5 വരികൾ ഒരു ആശയത്തെ സാധ്യമാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് കവിതയാണെന്നുള്ള വിശ്വാസിക്കുന്നവരുടെ ഞങ്ങളൊക്കെ. അതുകൊണ്ട് പഴയ കവിത ഒരിക്കലും കുറ്റം പറയുന്നില്ല. പഴയ ഒരു താളവും ബോധവും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് അറിഞ്ഞുകൊണ്ടാണ് പുതിയ നിശ്ചയം. എങ്ങനെയാണ് നിങ്ങൾ കവിത എഴുതാൻ പ്രേരിപ്പിച്ച എന്തെല്ലാം സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു? എന്തെല്ലാം സാഹചര്യങ്ങളാണ്? കവിതയിലേക്ക് വരാൻ കാരണം ഒന്നാമത് വായനയാണ്. നമ്മളിപ്പോ ഇന്ന് വായനാ ദിനത്തിന്റെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് വായനകളാണ് കവിതയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ചോദ്യം ചോദിച്ചാൽ ഇങ്ങോട്ട് പോകണം. കാരണം നിങ്ങൾക്കെങ്കിലും വേണ്ടി പറയാതിരിക്കാൻ പറ്റില്ല. വായനയാണ് കവിതയിലേക്ക് കൊണ്ടുവന്നത്. ഒപ്പം തന്നെ അനുഭവങ്ങൾ, തീക്ഷ്ണമായ കഷ്ടപ്പാടുകൾ, ഒരുപാട് അനുഭവങ്ങളിൽ നിന്നാണ് എഴുത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം അന്ന് കണ്ടുപിടിച്ചതും പിന്നീട് വായിക്കപ്പെട്ടതുമായ രചനകളുടെ സ്വാധീനം ആ വലയത്തിൽ നിന്നുകൊണ്ടാണ് എഴുതി. ഇതു പാടമല്ലെന്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഇനി എന്റെ കരളും പറിച്ചു കൊള്ളുക. ഇതു പാടമല്ലെന്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഇനി എന്റെ കരളും പറിച്ചു കൊള്ളുക. പുഴയല്ല കണ്ണീരിനുറവയാണ്, വറ്റി വരളുന്നതുയിരിന്റെ യമുനയാണ്. ഇനി എന്റെ ശാന്തിയുമെടുത്തുകൊള്ളുക. ഇനി എന്റെ ശാന്തിയുമെടുത്തുകൊള്ളുക. കതിരു കൊത്താൻ കൂട്ടുകിളികളില്ല, കിളിയകറ്റാൻ കടും താളമില്ല. മുരയിട്ടു നിവരുന്ന ചെറുമിതൻ ചുണ്ടിൽ വയൽ പാട്ടു ചാർത്തും ചുവപ്പുമില്ല. കതിരു കൊത്താൻ കൂട്ടുകിളികളില്ല, കിളിയകറ്റാൻ കടും താളമില്ല. മുരയിട്ടു
ഇട്ടു നിവരുന്ന ചെറുമി തൻ ചുണ്ടിൽ വയൽ പാട്ടു ചാർത്തും ചുവപ്പുമില്ല.